സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആവും. പക്ഷേ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് കറക്റ്റായിട്ട് അറിയാത്ത കുറച്ച് പേരുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ ഞാനൊരു അനാർക്കലിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലീവ്സൊക്കെ കറക്റ്റാക്കി വെച്ച് സൈഡ് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അനാർക്കലിയോ ഗൗണോ സ്കേർട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് കേട്ടോ ഫോളോ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ആം ഹോൾ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സാധാരണ നമ്മൾ തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആ സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ വേസ്റ്റിൻ്റെ ഏകദേശം അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലൈനിങ് പോർഷനും അതുപോലെ തന്നെ നമ്മളെ മെയിൻ മെറ്റീരിയലും ഇതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന സെയിം രീതിയിൽ തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ മെയിൻ മെറ്റീരിയലിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്നിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്കൊന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ലൈനിങ് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് 1/2 മുക്കാലോ ഇഞ്ച് ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. വേസ്റ്റ് ലെങ്ത്ത് വരെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും തയ്യൽ തുമ്പ് ഇട്ടിട്ട് തന്നെയാണ് സൈഡ് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ വേസ്റ്റിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ച് വരെ മാത്രമാണ് കേട്ടോ ലൈനിങ്ങിൽ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ വരെ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ മെയിൻ മെറ്റീരിയലിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ചെയ്തതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഈ ജോയിൻറ്റ് അവസാനിക്കുന്നതിൻ്റെ കുറച്ച് മുകളിൽ നിന്നായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പിട്ടിട്ട് മെയിൻ മെറ്റീരിയലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല, നേരിട്ട് പറഞ്ഞിരുന്ന ആ ഒരു രീതിയല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. സെയിം രീതിയിൽ തന്നെ നമ്മൾ മറ്റേ സൈഡും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല നീറ്റായിട്ട് തന്നെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യക്കാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, താങ്ക്